ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നതിലെ സെക്കൻഡ് ചാപ്റ്റർ എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഹാസ് എനി സ്ട്രേഞ്ചർ എവർ അപ്രോച്ച്ഡ് യു ഫോർ ഹെൽപ്പ്? നിങ്ങളടുത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ട്രേഞ്ചർ, അറിയാത്ത ആളുകൾ വന്നിട്ട് സഹായം ചോദിച്ചിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ട്രീറ്റ് ഹിം ഓർ ഹെർ? നിങ്ങൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, പെരുമാറിയിട്ടുള്ളത് എങ്ങനെയാണ് അവരോട്? Here, you find a young woman's experience when a stranger approaches her for some water. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു യങ് വുമൺ, അതായത് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയുടെ ഒരു എക്സ്പീരിയൻസ്, അനുഭവമാണ്. എന്താണ്? അവളുടെ അടുത്ത് ഒരു സ്ട്രേഞ്ചർ, അറിയാത്ത ഒരാൾ കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പം ആ ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. വൺ ഡേ എ പുവർ ബോയ് വാസ് സെല്ലിംഗ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡോർ. ഒരിക്കൽ ഒരു ആൺകുട്ടി, ഒരു പാവം ആൺകുട്ടി വീടാന്തരം കയറി സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ടു പേ ഹിസ് വേ ത്രൂ സ്കൂൾ. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവന് ഈ ഒരു ജോലി ചെയ്യുന്നത്. വീടുകൾ കയറി സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ് അവന്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. ആ ദിവസം നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ആൻഡ് ഹി ഫെൽറ്റ് ടയേർഡ് ആൻഡ് ഹംഗ്രി. അവൻ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും അതുപോലെ തന്നെ ഹംഗ്രി, വിശപ്പും തോന്നിയിരുന്നു. ഹി ഹാഡ് ഓൺലി വൺ തിൻ ഡൈം ലെഫ്റ്റ് വിത്ത് ഹിം. അവൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു ചെറിയ നാണയം. ഡൈം എന്ന് പറഞ്ഞാൽ നാണയം, ഒരു നാണയം മാത്രമേ ബാക്കിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഹി ഡിസൈഡഡ് നോട്ട് ടു ആസ്ക് ഫോർ എ മീൽ അറ്റ് ദ നെക്സ്റ്റ് ഹൗസ്. അവൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് കയറുന്ന വീട്ടിലൊന്നും ഭക്ഷണം ഒന്നും ചോദിക്കണ്ട. മീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ചോദിക്കണ്ട. However, he lost his nerve when a lovely young woman opened the door. പക്ഷെ അടുത്ത വീട്ടിലോട്ട് പോയപ്പോൾ അവിടെ വാതിൽ തുറന്നത് ആരാണ്? എ ലവ്ലി യങ് വുമൺ, ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത്. അപ്പോൾ അവന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇൻസ്റ്റെഡ് ഓഫ് മീൽ, ഭക്ഷണം ചോദിക്കുന്നതിന് പകരം ഹി ആസ്ക്ഡ് ഫോർ സം വാട്ടർ, അവന് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഷീ തോട്ട് ഹി ലുക്ക്ഡ് ഹംഗ്രി. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് അവന് ഭയങ്കര വിശന്നിരിക്കാണെന്ന് തോന്നി. സോ ബ്രോട്ട് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്ക്. അതുകൊണ്ട് തന്നെ ഇവന് വെള്ളം ചോദിച്ചപ്പോൾ ആ സ്ത്രീ കൊണ്ടുവന്നത് ഒരു വലിയ ഗ്ലാസ് നിറയെ മിൽക്ക്, പാലാണ് കൊണ്ടുവന്നത്. ഇവനെ കണ്ടപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ വെള്ളം ചോദിച്ചതിന് പകരമായിട്ട് മിൽക്ക്, പാലാണല്ലേ കൊണ്ടു കൊടുക്കുന്നത്. ഹി ഡ്രാങ്ക് ഇറ്റ് സ്ലോലി. അവനത് പതുക്കെ കുടിച്ചു. ആൻഡ് ദെൻ ആസ്ക്ഡ്, എന്നിട്ട് ചോദിച്ചു, ഹൗ മച്ച് ഡു ഐ ഓവ് യു? ഇതിന് ഞാൻ എന്താണ് തരേണ്ടത്? അതായത് ഈ പാല് തന്നല്ലോ, ഈ പാലിന് പകരമായിട്ട് ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? യു ഡോണ്ട് ഓവ് എനിത്തിങ്, ഷീ റിപ്ലൈഡ്. അപ്പോൾ അവൾ പറഞ്ഞു, നീ ഒന്നും തരണ്ട. മദർ ഹാസ് ടോട്ട് അസ് നെവർ ടു അക്സെപ്റ്റ് പേ ഫോർ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? മറ്റുള്ളവർക്ക് കരുണ കാണിക്കുന്നതിന് പ്രതിഫലം ഒന്നും വാങ്ങരുത് എന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിന് നമ്മൾ പ്രതിഫലം വാങ്ങരുത്. ഹി സെഡ്, ദെൻ ഐ താങ്ക് യു ഫ്രം മൈ ഹേർട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ആസ് ഹോവാർഡ് കെല്ലി ലെഫ്റ്റ് ദ ഹൗസ്. അങ്ങനെ ഹോവാർഡ് കെല്ലി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ, അപ്പം നമ്മുടെ ഈ ബോയുടെ പേരാണ് ഈ ഹോവാർഡ് കെല്ലി എന്ന് പറയുന്നത്. അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഹി നോട്ട് ഓൺലി ഫെൽറ്റ് സ്ട്രോങ്ങർ ഫിസിക്കലി. അവൻ ആ പാല് കുടിച്ചതുകൊണ്ട് ഫിസിക്കലി സ്ട്രോങ് ആയല്ലോ, അവൻ്റെ ഒരു ഉന്മേഷമൊക്കെ കിട്ടിയില്ലേ, ടയർഡ്നെസ് ഒക്കെ പോയിട്ട്. അത് മാത്രമല്ല അവന് കിട്ടിയത്, ബട്ട് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് മാൻ വാസ് ഓൾസോ സ്ട്രെങ്തൻഡ്. അതുപോലെ അവന് ഗോഡ്, ദൈവത്തിലും, ആൻഡ് മാൻ, മനുഷ്യനിലും ഉള്ളൊരു വിശ്വാസം വർദ്ധിച്ചു. ഹി ഹാഡ് ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ആൻഡ് ക്വിറ്റ്. അങ്ങനെ അവൻ വിട്ടുകൊടുക്കാനും ഒക്കെ തീരുമാനിച്ചു. അതായത് മറ്റുള്ളവരോട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും അവരെ സഹായിക്കണം എന്നുള്ളൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ അവനിൽ വന്നു തുടങ്ങി. ഇയേഴ്സ് ലേറ്റർ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ദാറ്റ് വുമൺ ബിക്കെയിം ഓൾഡ്. അവളൊരു ഓൾഡ് വുമൺ ആയിട്ട് മാറി. ആൻഡ് ക്രിട്ടിക്കലി ഇൽ വിത്ത് ആൻ അൺനോൺ ഡിസീസ്. എന്നിട്ട് ആ വുമണ് പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രോഗം പിടിപെട്ടു. അൺനോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രോഗം. ദ ലോക്കൽ ഡോക്ടേഴ്സ് വെർ ബേഫിൾഡ്.
അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഡോക്ടേഴ്സിനൊന്നും ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അവർക്കൊന്നും മനസ്സിലായില്ല. ദേ ഫൈനലി സെൻഡ് ഹെർ ടു ദ ബിഗ് സിറ്റി. അങ്ങനെ അവർ ഈ വുമണിനെ വലിയ സിറ്റിയിലേക്ക് പറഞ്ഞയച്ചു. വേർ ദേ കോൾഡ് ഇൻ സ്പെഷ്യലിസ്റ്റ് ടു സ്റ്റഡി ഹെർ റയർ ഡിസീസ്. അവിടെ അവളുടെ ഈ അപൂർവ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു. ഡോക്ടർ ഹോവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ. ഡോക്ടർ ഹോവാർഡ് കെല്ലിയെ അവളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ പരിചരണം. അപ്പൊ നമ്മുടെ നേരത്തെ ഈ ലേഡി യങ് ആയിരുന്ന സമയത്ത് വീടിന്റെ മുറ്റത്ത് വന്ന് വെള്ളം ചോദിച്ച ബോയ് ഇല്ലേ, ഹോവാർഡ് കെല്ലി, അവനാണ് പിന്നീട് ഡോക്ടറായിട്ട് മാറിയത്. അപൂർവ രോഗം പിടിപെട്ട സമയത്ത് കൺസൾട്ടേഷൻ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ അടുത്തോട്ടാണ് കൊണ്ടുവരുന്നത്. വെൻ ഹി റിയലൈസ്ഡ് ഹെർ ആൻഡ് ദ ടൗൺ ഷീ കെയിം ഫ്രം. അങ്ങനെ ഈ വുമൺ ഏത് ടൗണിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇവന് ഈ വുമണിനെ മനസ്സിലായി. എ സ്ട്രേഞ്ച് ലൈറ്റ് ഫിൽഡ് ഹിസ് ഐസ്. അങ്ങനെ അവൻ്റെ കണ്ണുകളിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ലൈറ്റ് ഫിൽ ചെയ്തു, നിറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ, ഹി റോസ് ആൻഡ് വെൻ ഡൗൺ ദ ഹാൾ ഓഫ് ദി ഹോസ്പിറ്റൽ ടു ഹെർ റൂം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന് ഹോസ്പിറ്റലിൻ്റെ ഹാളിലൂടെ ഈ വുമൺ കിടക്കുന്ന റൂമിലോട്ട് പോയി. ഡ്രസ്ഡ് ഇൻ ഹിസ് ഡോക്ടേഴ്സ് ഗൗൺ. ഡോക്ടറുടെ ആ ഒരു ഗൗണ്, ആ ഒരു വൈറ്റ് ഷർട്ടില്ലേ, അതൊക്കെ ധരിച്ചുകൊണ്ട് ഹി വെൻ ഇൻ ടു സീ ഹെർ. ആ വുമണിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ അകത്തേക്ക് ചെന്നു. ഹി റെക്കഗ്നൈസ്ഡ് ഹെർ അറ്റ് വൺസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവന് ആ വുമണിനെ മനസ്സിലായി. ഹി വെൻ ബാക്ക് ടു ദ കൺസൾട്ടേഷൻ റൂം ഡിറ്റർമൈൻഡ് ടു ഡു ഹിസ് ബെസ്റ്റ് ടു സേവ് ഹെർ ലൈഫ്. ഇവൻ തിരിച്ച് അവൻ്റെ കൺസൾട്ടേഷൻ പരിചരണ റൂമിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അവന് വിചാരിക്കുകയാണ്, ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ബെസ്റ്റ് തന്നെ അവൻ കൊടുക്കണം എന്നവൻ വിചാരിച്ചു. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം മുതൽ, ഹി ഗേവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ കേസ്. ആ ഒരു കേസിന് വേണ്ടിയിട്ട്, ഈ സ്ത്രീയുടെ രോഗത്തിൻ്റെ കേസിന് വേണ്ടിയിട്ട് അവനൊരു സ്പെഷ്യൽ അറ്റൻഷൻ തന്നെ കൊടുക്കാൻ ശ്രമിച്ചു. ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ, ഒരുപാട് നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം, ദ ബാറ്റിൽ വാസ് വൺ. ആ യുദ്ധം വിജയിച്ചു. എന്താണ്? ഈ സ്ത്രീയുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ സ്ത്രീയുടെ രോഗം മാറ്റുകയും പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. ഡോക്ടർ കെല്ലി റിക്വസ്റ്റഡ് ദ ബിസിനസ് ഓഫീസ് ടു പാസ് ദ ബിൽ ടു ഹിം ഫോർ അപ്രൂവൽ. ഡോക്ടർ കെല്ലി ബിസിനസ് ഓഫീസിൽ വിളിച്ചിട്ട് ഈ സ്ത്രീയുടെ മെഡിക്കൽ ബില്ല്, നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബില്ല് ഉണ്ടാവില്ലേ, പൈസ എത്രയാണെന്ന് അറിയുന്ന ആ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അവൻ ആ ബില്ലിലോട്ട് നോക്കി. ദെൻ റോട്ട് സംതിങ് ഓൺ ദ എഡ്ജ്. എന്നിട്ട് ആ ബില്ലിൻ്റെ ഒരു സൈഡിൽ, എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്തോ ഒന്ന് എഴുതി. ആൻഡ് ദ ബിൽ വാസ് സെൻഡ് ടു ഹെർ റൂം. അങ്ങനെ ആ എഴുതിയതിന് ശേഷമാണ് ഈ ബില്ല് ആ സ്ത്രീയുടെ റൂമിലോട്ട് കൊണ്ടുപോയത്. ഷീ ഫിയർഡ് ടു ഓപ്പൺ ഇറ്റ്. ഈ വുമണിന് ആ ഒരു ബില്ല് തുറക്കാൻ പേടിയായിരുന്നു. കാരണം ഫോർ ഷീ വാസ് ഷുവർ ഇറ്റ് വുഡ് ടേക്ക് റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ് ടു പേ ഫോർ ഇറ്റ് ഓൾ. അവളുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലേ ആ ബില്ലിലുള്ള പൈസ അടക്കാൻ പറ്റുള്ളൂ എന്നവൾക്ക് അറിയാമായിരുന്നു. കാരണം എന്താണ്, ഇത് വലിയ സിറ്റിയിലെ ഹോസ്പിറ്റലാണല്ലേ, അപ്പം അത്യാവശ്യം നല്ല പൈസ ആയി കാണും. അപ്പം അത് അടക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഈ വുമണിനില്ല. അപ്പം അവൾക്കത് തുറക്കാൻ പേടിയായിരുന്നു. ഫൈനലി ഷീ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അങ്ങനെ അവസാനം അവളത് തുറന്നു. എന്നിട്ട് ഇതിലോട്ട് നോക്കി. ആൻഡ് സംതിങ് കോട്ട് ഹെർ അറ്റൻഷൻ ഓൺ ദ സൈഡ് ഓഫ് ദ ബിൽ. നേരത്തെ ഡോക്ടർ കെല്ലി ആ ലെറ്ററിൻ്റെ സൈഡിൽ എന്തോന്ന് എഴുതിയില്ലേ, അതവളുടെ ശ്രദ്ധ ആകർഷിച്ചു. ആൻഡ് ഷീ റീഡ് ദ വേർഡ്സ്. അതിലെന്താണോ എഴുതിയത് അതവൾ വായിക്കാണ്. എന്താ എഴുതിയിരിക്കുന്നത്? പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് മിൽക്ക് കൊണ്ട് ഈ ബില്ല് ഫുള്ളായിട്ട് അടച്ചിരിക്കുന്നു. അപ്പം എന്തായി പറഞ്ഞെന്ന് മനസ്സിലായോ? നേരത്തെ അവനൊരു ആവശ്യം വന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ടില്ലേ, അപ്പം അതിന് എന്താണ് തിരിച്ചു തരേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും വേണ്ട, എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നത് കൊണ്ട് നമ്മളൊന്നും വാങ്ങരുത് എന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലേ. അപ്പം ആ ഒരു ആക്ടിന് പകരമായിട്ട് ഇവന് ആ ബില്ലെല്ലാം അടച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് മിൽക്ക് കൊണ്ട് ഈ ബില്ല് ഫുള്ളായിട്ട് ഞാൻ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടാണ് നേരത്തെ ഡോക്ടർ കെല്ലി ആ ബില്ലിൻ്റെ സൈഡിൽ എഴുതിയിട്ടുള്ളത്. SD സിഗ്നേച്ചർ ഡോക്ടർ ഹോവാർഡ് കെല്ലി. ഡോക്ടർ ഹോവാർഡ് കെല്ലി എന്ന നെയിമും എഴുതി സിഗ്നേച്ചറും ഇട്ടിട്ടുണ്ട് ആ ബില്ലിൻ്റെ സൈഡിൽ. ടീയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡഡ് ഹെർ ഐസ്.
ഇത് കണ്ടപ്പോൾ അവളുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി. സന്തോഷത്തിന്റെ കണ്ണുനീരാണ്, ടീയേഴ്സ് ഓഫ് ജോയ്. ആസ് ഹെർ ഹാപ്പി ഹാർട്ട് പ്രേഡ്. അങ്ങനെ അവളുടെ ആ സന്തോഷം നിറഞ്ഞ മനസ്സ് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഗോഡ്. ദൈവമേ നന്ദി. ഗോഡ് ദാറ്റ് യുവർ ലവ് ഇസ് ഷെഡ് അബ്രോഡ് ത്രൂ അവർ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ്. നമ്മുടെ കൈകളിലൂടെയും നമ്മുടെ ഹൃദയങ്ങളിലൂടെയുമാണ് ഗോഡിന്റെ സ്നേഹം കിട്ടുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സമയത്ത്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്നുള്ള സമയത്ത് നമുക്ക് ഗോഡ് നേരിട്ട് വന്നിട്ട് തരുന്നതല്ല അല്ലേ. ഗോഡ് മറ്റുള്ള മനുഷ്യരിലൂടെ നമുക്ക് ആ സഹായവും നമുക്ക് വേണ്ട കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുകയാണ് അല്ലേ. ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അവൻ ടയേർഡാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഈ സ്ത്രീ അവൻ വെള്ളം ചോദിച്ചിട്ടും ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ കൈകളിലൂടെയും ഹൃദയങ്ങളിലൂടെയും ഒക്കെയാണ് ഗോഡിന്റെ സ്നേഹം നമുക്ക് കിട്ടുന്നത്. സോ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സ്റ്റോറിയാണ്. ഇതിലൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഒരാൾക്കൊരു പ്രശ്നം വന്ന് നമ്മൾ അയാളെ സഹായിച്ചാൽ നാളെ നമുക്കൊരു പ്രശ്നം വരുന്ന നേരത്തും നമ്മെ സഹായിക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. ഗോഡ് ആരെങ്കിലും ഒക്കെ നമ്മളിലേക്ക് അയക്കും എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് തന്നെയാണ് ഈ ചാപ്റ്ററിലെയും ഒരു മെസ്സേജ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെയും കൺവേ ചെയ്യുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.